ഹലോ, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബാർബിക്യൂ പിസ്സ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പിസ്സയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്കിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 2 ടീസ്പൂണോളം ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിന് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം, അതായത് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇളം ചൂടുവെള്ളമാണ്. ഓവർ ചൂടുള്ള വെള്ളം എടുത്താൽ ഈസ്റ്റ് നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് വിരൽ കുത്തുമ്പോൾ നമുക്ക് പാകമുള്ളൊരു ചൂട് മാത്രം എടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം ഞാനൊരു ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതോടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്ത ഒരു പരുവാക്കിയിട്ടുണ്ട്. നല്ലൊരു സ്മൂത്തായിട്ടുള്ള നല്ലൊരു ഡോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് പൊങ്ങി വരാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓവനിൽ വെക്കുക. ചില കൂട്ടർക്ക് ഓവനിൽ വെക്കുമ്പോൾ അത് വെന്ത് പോകുന്നുണ്ട്. നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കിയെടുത്ത് അത് നമ്മൾ കുഴച്ച് വെക്കുന്ന മാവ് ഒരു സ്റ്റീൽ പാത്രത്തിലോ മറ്റോ വെച്ചിരിക്കണം. അതിനുശേഷം ചൂടാക്കിയ ഫ്രൈ പാൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച മാവടങ്ങിയ ബൗള് അതിലേക്ക് വെച്ച് അടച്ച് വെക്കുക. നന്നായിട്ട് പൊങ്ങി വന്നോളൂ. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടി ചിക്കൻ റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഞാൻ ബോൺലെസ്സായി കട്ട് ചെയ്ത് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബാർബിക്യൂവിൻ്റെ 2 ടീസ്പൂൺ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാർബിക്യൂ സോസാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. 2 ടീസ്പൂണോളം ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിന് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസും, പിന്നെ മെയിനായിട്ട് ആദ്യം ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, വെളുത്തുള്ളി അരച്ചതാട്ടോ. നല്ല പേസ്റ്റായിട്ട് ഒരു 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു ചേർത്ത് കൊടുക്കാൻ. അതാ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം തന്നെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇതിപ്പോൾ ഞാൻ 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, ഒരു അരമണിക്കൂർ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് അടച്ച് വെക്കുക. ആദ്യം തന്നെ ഓയിലിട്ട് കൊടുത്ത ശേഷം അടച്ച് വെക്കുക. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അതിൽ വെള്ളം തേച്ചും ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തേച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കന്. അപ്പോഴേക്കും നമ്മുടെ ഡോയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആകുന്നുണ്ട്. ഏകദേശം ഇത് വറ്റി വരുന്നുണ്ട് വെള്ളം. അതിന് ഞാൻ അടച്ചു വെച്ചുകൊണ്ടാണ് വെള്ളം ഇറങ്ങിയത്. അപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ സോസൊക്കെ കൂടുതലായിട്ട്, അതായത് നമ്മളിതിൽ കുരുമുളക് പൊടിയും മറ്റേ സോയാ സോസൊക്കെ ചേർത്തല്ല, ബാർബിക്യൂ സോസും ബ്ലാക്കല്ല. അപ്പോൾ പെട്ടെന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ തീയിലൊന്നും വെക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ട്രൈ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് പരത്തി കൊടുക്കുകയാണ് നന്നായിട്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് ഇതൊന്ന് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. അതിന് പിസ്സ സോസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പിസ്സ സോസാണ്. അതൊന്ന് തേച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ചീസാണല്ലോ. ചീസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ് കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പിസ്സയായിരിക്കും കഴിച്ചാക്കിയാൽ തന്നെ. ഒരുപാട് ഇതിൽ വെജിറ്റബിൾസൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. വെറും ഉള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ചിക്കനും
പിന്നെ ചീസും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ പിസ്സൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ അതിൻ്റെ സൈഡിലായിട്ട് സ്ലൈസാക്കി കട്ട് ചെയ്ത ഉള്ളി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ല. വേറൊരു വെജിറ്റബിൾസും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒറിഗാനോ ചുറ്റും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ മുകളിലും ഒറിഗാനോ നല്ല ഫ്ലേവർ കിട്ടുന്നൊരു സാധനമാണ് പിസ്സക്ക്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-22 മിനിറ്റോളം ഞാൻ എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. ഓവൻ വേണമെന്നില്ല, സ്റ്റൗ ടോപ്പിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബായ്.